നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നിക്ഷേപ തട്ടിപ്പിൽ KPCC സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ അന്നമനട പാലിശ്ശേരി ചാത്തോത്തിൽ വീട്ടിൽ CS ശ്രീനിവാസൻ അറസ്റ്റിൽ. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ശ്രീനിവാസനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതേ കേസുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 4-ന് പ്രവാസി വ്യവസായി TS സുന്ദർ മേനോൻ അറസ്റ്റിലായിരുന്നു. ഇനിയും 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. പൂങ്കുന്നം, ചക്കാമുക്ക് അടിസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹിവാൻ നിധി ലിമിറ്റഡ്, ഹിവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങൾ വഴി കോടികൾ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു CS ശ്രീനിവാസൻ. 7 കോടിയിലധികം രൂപയാണ് ഇവർ അടങ്ങുന്ന സംഘം തട്ടിയത്. വൻ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, RBI നിബന്ധനകൾക്ക് വിരുദ്ധമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, നിക്ഷേപങ്ങൾ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാതിരിക്കുക തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവർക്കെതിരെയുള്ളത്. വഞ്ചന കുറ്റവും ബഡ്സ് നിയമവും ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ച പണം ഡയറക്ടർമാർ ഭൂസ്വത്ത് വാങ്ങാൻ ഉപയോഗിച്ചതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത് തുക തിരിച്ചടയ്ക്കാത്ത സംഭവങ്ങളും നിരവധിയുണ്ട്. തൃശൂർ വെസ്റ്റ് പോലീസിൽ രജിസ്റ്റർ ചെയ്ത 18 കേസുകളിലാണ് ഈ അറസ്റ്റ്. 62 പേരാണ് പരാതിക്കാർ. വെസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. നിക്ഷേപകരിൽ ചിലർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ബഡ്സ് നിയമപ്രകാരം പ്രതികളുടെ സ്വത്ത് മരവിപ്പിക്കുകയും കണ്ടുകെട്ടാൻ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ പുതൂർക്കര പുത്തൻ വീട്ടിൽ ബിജു മണികണ്ഠനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ബിജുവും സുന്ദർ മേനോനും റിമാൻഡിലാണ്. 2016-ലാണ് സ്ഥാപനം തുടങ്ങിയത്. 2023 ഏപ്രിൽ മുതലാണ് നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാതായത്. പണം തിരിച്ചു ചോദിച്ചവർക്ക് വണ്ടി ചെക്ക് നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാർ പറയുന്നു.